എല്ലാവർക്കും നമസ്കാരം. ഏറെ സന്തോഷമുണ്ട് കിർറ്റാഡ്സ് എന്ന ഈ ഒരു മഹാ സംരംഭത്തിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ദേശീയ ഗോത്ര സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ ഈ ഒരു അവസരം ലഭിച്ചതിൽ ആദ്യമായി ഇത്രയും വലിയൊരു സംരംഭം ഈ ഒരു ഒറ്റക്കുട കീഴിൽ നടത്തിയതിന് കിർറ്റാഡ്സിനും അതിൻ്റെ അമരത്തിരിക്കുന്ന ഡോക്ടർ ബിന്ദുവിനും അഭിനന്ദനങ്ങൾ. എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഡോക്ടർ ബിന്ദുവിൻ്റെ ഗവേഷണ മേഖലയെക്കുറിച്ചാണ്. അതിലെത്തുന്നതിന് മുന്നേ തന്നെ എനിക്ക് തോന്നുന്നു കിർറ്റാഡ്സിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവുന്നത് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് ഈ ട്രൈബൽ മേഖലയിൽ, ഗോത്ര മേഖലയിൽ റിസർച്ച്, ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, ട്രെയിനിങ്, ഈ 3 മേഖലകളാണല്ലോ ഇവിടെ കാര്യമായി ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഈ ജോലികളെക്കുറിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തരാൻ പറ്റും. അത് വെച്ച് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. എല്ലാവർക്കും വേണ്ടി ഡോക്ടർ ബിന്ദുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിലിരിക്കാനും. അതുപോലെ എൻ്റെ പേര് തന്നെയുള്ള ഡോക്ടർ ബിന്ദു അമ്മാട്ട് അല്ലേ ഒരു ഇൻ്റർവ്യൂവിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും. കിർറ്റാഡ്സ് എൻ്റെ പാർസൽ ആയി കഴിഞ്ഞു. കാരണം കഴിഞ്ഞ 30 വർഷമായിട്ട് ഇവിടെ എൻ്റെ 94-ലാണ് ഞാൻ റിസർച്ച് ഫെല്ലോ ആയിട്ട് വരുന്നത്. അവിടെ MA കഴിഞ്ഞ ഉടനെ അപ്പോൾ നമ്മൾക്കും ഒരു ജോലി എന്ന രീതിയിലാണ് വരണത്. അന്ന് ഒരു ബിൽഡിംഗ് മാത്രമാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കാലാകാലങ്ങളായി മ്യൂസിയം വന്നു. പിന്നെ അതുപോലെ ആദികലാ കേന്ദ്രം, നിങ്ങൾ കാണുന്ന ഇപ്പുറത്തുള്ള ബിൽഡിംഗ്, പിന്നെ ട്രെയിനിങ് ബ്ലോക്കും. ആന്ത്രപ്പോളജി ആണ് എൻ്റെ സബ്ജക്റ്റ്. പാലക്കാട് യൂണിവേഴ്സിറ്റി സെൻറ്ററിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും എൻ്റെ ഗ്രാജുവേഷൻ ബോട്ടണിയിലായിരുന്നു. അപ്പോൾ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. MSc ബോട്ടണി അല്ലാതെ മൈക്രോബയോളജിയോ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിനായിരുന്നു ആഗ്രഹം. ഫസ്റ്റ് ഇയർ കഴിഞ്ഞാലും ഞാൻ ആന്ത്രപ്പോളജി കണ്ടിന്യൂ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഓൺലി ഒരു ജോബ് വേണം എന്ന് മാത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ. 30 വർഷം മുന്നേ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ല, ഇത് വേണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ജോലി, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ആന്ത്രപ്പോളജി എടുത്തു. കുറേ എൻ്റെ സ്വദേശം പാലക്കാടാണ്, മണ്ണാർക്കാടാണ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തലശ്ശേരിയാണ്, യൂണിവേഴ്സിറ്റി സെൻറ്റർ ആ കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ട്രെയിനിങ്, ആന്ത്രപ്പോളജിയിൽ നമുക്ക് 1 month ഫീൽഡ് വർക്ക് ഉണ്ട് ട്രൈബൽ ഏരിയയിൽ. അപ്പോൾ ഇടുക്കി ട്രൈബൽ ഏരിയയിലാണ് ആ ഫീൽഡ് വർക്ക് ഉണ്ടായി, ഹിൽപ്പുലയ പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ. അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം വേറെ ഒരു ഡിഫറെൻറ്റ് കൾച്ചർ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണ ഒരു ഇതായിരുന്നു നമ്മുടെ ആ തോട്ട്. ഇപ്പം നമ്മൾ തിരിച്ച് ഒരു 30 years ബാക്ക് പോകുമ്പോൾ അതൊക്കെ ഫ്രഷാണ് മെമ്മറിയിൽ. നമ്മൾ അവിടെ പോയ ഫീൽഡ് വർക്ക് ചെയ്യണതും അവരുടെ റിലീജിയസ് ഓർഗനൈസേഷൻസ് പഠിക്കണത്, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് പഠിക്കണത്, അതുപോലെ അവരുടെ സോഷ്യൽ സ്ട്രക്ചർ, കമ്മ്യൂണിറ്റി സോഷ്യൽ സ്ട്രക്ചർ, കസ്റ്റമറി ലോ ഒക്കെ ദേ വേ ഓഫ് ദി ഓൺ. പുറമെ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ CM അതൊക്കെ ആ ഒരു മെയിൻ സ്ട്രീമിൻ്റെ ഒരു സോഷ്യൽ സ്ട്രക്ചറല്ല, ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ സോഷ്യൽ സ്ട്രക്ചർ. പിന്നെ അവരുടെ ഡാൻസ് ആൻഡ് മ്യൂസിക്, ദേ വേർ എ കമ്മ്യൂണിറ്റി ഓഫ് ദിയർ ഓൺ. അപ്പോൾ വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു ആ 1 month ഫീൽഡ് വർക്ക്. ആ സമയത്ത് ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയിരുന്നു, നമ്മുടെ വീട്ടുകാരെ ഒന്നും അറിയിക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 94-ൽ ഇവിടെ റിസർച്ച് ഫെല്ലോ ആയി ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോഴും നോക്കുമ്പോൾ ഞാൻ 6 months റിസർച്ച് ഫെല്ലോ ആയിട്ടുണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു പീരിയഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ ഫീൽഡ് വർക്ക് പോണ ഒരു സമയം ആയിരുന്നു, ഇൻക്ലൂഡിങ് ഹോളിഡേയ്സിലേക്ക് ഓണം ഒക്കെ നമ്മൾ പോയ ഒരു സന്ദർഭമായിരുന്നു.
എന്തായിരുന്നു ഗവേഷണ വിഷയം? അന്നത്തെ ഡയറക്ടർ ഡോക്ടർ വിശ്വാന്ത് സാറായിരുന്നു. സാറാണ് ഇപ്പോൾ എത്രോ മെഡിസിനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും എത്രോ മെഡിസിൻ പ്രൊമോട്ട് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. ഹി വാസ് ഓൾസോ എൻ ആന്ത്രപ്പോളജിസ്റ്റ്. ഹിസ് ഏരിയ എത്രോ മെഡിസിൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തന്ന ടോപ്പിക്ക് ഓൺ എത്നോഗ്രഫി ആയിരുന്നു. അപ്പോൾ ഓരോ കമ്മ്യൂണിറ്റീസും എത്നോഗ്രഫി, അതുപോലെ അവരുടെ ഫുഡ് ആൻഡ് മെഡിസിൻ പ്രാക്ടീസസ് അട്ടപ്പാടിയിലും അതുപോലെ തൃശ്ശൂരും ഉള്ള ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഒരു 1999 നമ്മൾ ഗദ്ദിക പറഞ്ഞിട്ട് ഫെസ്റ്റിവൽസ്, ഇങ്ങനത്തെ ഫെസ്റ്റിവൽസ് ത്രൂ ഔട്ട് സിറ്റീസിൽ കണ്ടക്ട് ചെയ്യും, ലൈക്ക് തിരുവനന്തപുരം, കോഴിക്കോട് അങ്ങനെ. അപ്പോൾ ആ ഫുഡുള്ള ഒരു ഇത് ഇവർക്കും ഇവരുടെ ഒരു എത്നിക് ഫുഡ് മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കാൻ അതൊരു കാരണമായും കൂടിയും പറയാം. കാരണം രാഗിയും അങ്ങനത്തെ ഉള്ള അവരുടെ ഒരു ട്രഡീഷണൽ ഫുഡ്, ന്യൂട്രീഷ്യസ് ഫുഡ് ഉണ്ട് അവരുടെ ഇടയിലും എന്നുള്ള അത് വളരെയധികം അവർക്കും ഒരു ലൈവ്ലിഹുഡ് ആവാനുള്ള ഒരു വേദിയായി ആ ഒരു സ്റ്റഡി. ചെറിയ ചെറിയ സ്റ്റഡീസ് ആയിരിക്കും, പക്ഷേ ഇറ്റ് ബിക്കംസ് ബിഗ് ആഫ്റ്റർ ഓൾ. അപ്പോൾ അങ്ങനെ ഇതാണ്. ഡയറക്ടറായിട്ട് ഞാൻ ഇപ്പോൾ 2011 ഒരു ലോങ് ടേം ഡയറക്ടർ ആവാം തോന്നുന്നു. അപ്പോൾ 50 ഇയേഴ്സായി ഈ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട്. അതിൽ കുറേ മാറ്റങ്ങളുണ്ട്. 30 വർഷം മുന്നുള്ളൊരു ചേഞ്ചും ഇപ്പോൾ ഉള്ളതും എനിക്ക് എസ്പെഷ്യലി ഇത് നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സാഹിത്യകാരന്മാരുടെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് വലിയൊരു മാറ്റം. കാരണം എഡ്യൂക്കേഷൻ കൊണ്ടാണ് ഇങ്ങനൊരു ഇത് വേദി ഒരുക്കുക. അതന്നെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ്. കാരണം അവരുടെ കാര്യങ്ങൾ പറയാനും അത് വേറെ രീതിയിലാണ്. കാരണം ഞങ്ങൾ ആന്ത്രപ്പോളജിയിൽ എമിക് ആൻഡ് എത്തിക് അപ്രോച്ച് പറയും. എത്തിക് പറഞ്ഞാൽ ഔട്ട്സൈഡർ ലേണിംഗ് ദ സൊസൈറ്റി, എമിക് പറഞ്ഞ ഇത്. അപ്പോൾ എമിക്കായിരിക്കും കുറച്ചും കൂടി കൂടുതൽ ആഴത്തിലും ഡെപ്തിലും പോവുക. അപ്പോൾ കുറേ പുതിയ കാര്യങ്ങൾ ആഴത്തിൽ ഇനി വരും കാലങ്ങളിൽ നമുക്കൊക്കെ കേൾക്കാം. പുതിയ ആശയങ്ങൾ, പുതിയ ചിന്തകൾ, അതിലൂടെ സൊസൈറ്റിക്ക് തന്നെ ഒരു എവല്യൂഷൻ സംഭവിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കണം. ഇത് ടോപ്പിക് ഓഫ് റിസർച്ച് ഡോക്ടർ ചോദിച്ച പോലെ സോഷ്യൽ സ്ട്രക്ചർ, ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസസ് ആൻഡ് ബിഹേവിയർ പാറ്റേൺസ് അമംഗ് ട്രൈബ്സ് ഓഫ് കേരള. ഒരു ക്രോസ് കൾച്ചറൽ സ്റ്റഡി ആയിരുന്നു. അട്ടപ്പാടിയും വയനാടും 4 ട്രൈബ്സിനെ എടുത്തിട്ടുള്ള സ്റ്റഡി ആയിരുന്നു. അത് 4 എക്കണോമിക് കാറ്റഗറീസ് ആയിരുന്നു. നമ്മൾ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് പറയുമ്പോൾ അവർ ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സ് ആണ് കുറുമ്പർ, അതുപോലെ അഗ്രികൾച്ചർ ലേബേഴ്സാണ് ഇരുള്ളർ, പണിയ പറയുമ്പോൾ ബോണ്ടഡ് ലേബറേഴ്സാണ്, സെറ്റിൽ അഗ്രികൾച്ചറിസ്റ്റ് ആണ് മുള്ളുക്കുറുമ്പ്. അപ്പോൾ 4 പേരുടെയും ഒരു ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസസും എങ്ങനെ അവരുടെ പേഴ്സണാലിറ്റി അത് എഫക്റ്റ് അങ്ങനെ ബാധിക്കുന്നുള്ള അഡൽട്ട് പേഴ്സണാലിറ്റി, ബേസിക് പേഴ്സണാലിറ്റി എങ്ങനെയാണ് എന്നുള്ള സ്റ്റഡി ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ MSc അപ്ലൈഡ് സൈക്കോളജിയും കൂടി ചെയ്തു ഈ ആന്ത്രപ്പോളജിയുടെ ഒപ്പം. കുറച്ചും കൂടിയും ഒരു സൈക്കോളജിക്കൽ സ്റ്റഡിയാണ്. അപ്പോൾ മെൻ്റൽ ഹെൽത്തും ആ രീതിയിലൊക്കെ ഫ്യൂച്ചർ എനിക്കും എൻ്റെ വർക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് എൻ്റെ തോട്ടിലുണ്ട്. സോ മേ ബി ഇഫ് ടൈം കംസ് ഐ ക്യാൻ ഡു സംതിങ് മോർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതൊരു വളരെ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ളൊരു മേഖലയാണല്ലോ. ഇപ്പം നേരത്തെ ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ നടന്ന ആ സെഷനിൽ നമ്മൾ അഭിമുഖീകരിച്ച ഒരു പ്രശ്നം ഇതായിരുന്നു. തനതായ രീതികളിലേക്ക് നമ്മുടെ പുതിയ പഠന രീതികൾ, പുറം ലോകത്തിലുള്ള രീതികൾ, അതൊരു തള്ളിക്കയറ്റമല്ലേ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആണോ, അങ്ങനെയാണോ, അല്ലെങ്കിൽ ഇത് രണ്ടിനെയും മ്യൂച്വലി എൻറിച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണോ നടക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയത് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാം, ലൈക്ക് ട്രഡീഷനും അതുപോലതും. എസ്പെഷ്യലി നമ്മൾ ഈ ആർട്ടിഫാക്ട്സ്, ഇപ്പോൾ മ്യൂസിയം വിസിറ്റ് ചെയ്താൽ അവിടെ ആർട്ടിഫാക്ട്സ് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ മിഷനറിയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനവും ആസ് വെൽ ആസ് കൈകൊണ്ട് ഉണ്ടാക്കുന്ന സാധനം രണ്ടും. ഞാൻ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് വായിച്ചു. നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ സോൾ ഉണ്ട്, അതിൽ ദർ ഇസ് എ സോൾ ഇൻ ദാറ്റ്. അപ്പോൾ നമ്മൾ മിഷനറി ഉണ്ടാക്കുക രണ്ടും മേ ബി ഒരു ലേമാൻ അത് കണ്ടാൽ മനസ്സിലാവില്ല ഒരു മിഷനറി സാധനമാണോ അല്ലെങ്കിൽ ഒരു കൈകൊണ്ട് ഉണ്ടാക്കിയ. അപ്പോൾ രണ്ടും വീവിങ് ആച്ചാലും ശരി, ദർ സംതിങ് യുണീക്ക് ഇൻ ദാറ്റ്. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ പുറം മെയിൻ സ്ട്രീമിലേക്കും ഒരു ദർ ഇസ് സംതിങ് മോർ ദാൻ വാട്ട് യു സീ എന്നുള്ള ഒരു കാര്യത്തിൽ കൊണ്ടുവന്നത്. അത് പുറം ലോകത്തെ പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ നാട്ടറിവുകളെ പരിപോഷിപ്പിക്കുക എന്ന് മാത്രമല്ല, ഈ നാട്ടറിവുകൾ പുറം ലോകത്തെ എത്രത്തോളം പരിപോഷിപ്പിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മാഡത്തിൻ്റെ ആദ്യ വിഷയം ബോട്ടണി ആയതുകൊണ്ട് തന്നെ എത്നോ ബോട്ടണി ഇന്ന് മെഡിസിൻ എന്ന ഫീൽഡിലായാലും പല എൻവയൺമെൻറ്റൽ സ്റ്റഡീസിലും എല്ലാത്തിലും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ അധികമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നാട്ടറിവുകളെ എങ്ങനെ നമ്മൾ മെയിൻ സ്ട്രീമിനെ എൻറിച്ച് ചെയ്യാൻ നമുക്ക് കൊണ്ടുവരാമെന്ന്
നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ? അതെ അതെ, തീർച്ചയായും. ഞാൻ തന്നെ അതിശയിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ വന്ന സമയത്ത് ഹീലേഴ്സ് വർക്ക്ഷോപ്പാണ് നടക്കുന്നത്, ട്രൈബൽ ഹീലേഴ്സ് വർക്ക്ഷോപ്പ്. കാര്യം നമ്മൾ അലോപ്പതിയും ഹോമിയോപ്പതിയും ഒക്കെ കണ്ടിട്ടാണ് വരുന്നത്. വി നെവർ നോ ഇത്. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഈ ഡയറക്ടർ എത്ര ധൈര്യത്തിലാണ് ഇതൊക്കെ. വേറെ ആൾക്കാർ വരുന്നുണ്ട്, കുറേ പേര് വന്ന് മരുന്ന് വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് പക്ഷേ ഇത്ര കാലങ്ങളായിട്ടും അവരുടെ അതിലൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. അതിൻ്റെ ശേഷം സർട്ടിഫിക്കറ്റ് കോഴ്സസ് നടത്തി. പിന്നെ ഇപ്പോഴും ഇപ്പോൾ അവർ തന്നെ ദേ ആർ ഏബിൾ ടു മാനേജ് ദ കമ്മ്യൂണിറ്റി. ഇപ്പോൾ പത്മശ്രീ ലക്ഷ്മി കുട്ടിയമ്മ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോഴും ആക്റ്റീവായിട്ട് അവർ ഇപ്പോഴും ഇവിടെ സമയം കളയണു എന്നുള്ള രീതിയിൽ അവിടെ എൻ്റെ പേഷ്യൻസ് ഞാൻ വരുന്നില്ല പറഞ്ഞിട്ട് എൻ്റെ പേഷ്യൻസ് അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു തോട്ടാണ് അവർക്ക്. അപ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അപ്പുറമാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്. ദാറ്റ്സ് വാട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. കുറേ കാര്യങ്ങൾ ഇനിയും വി നീഡ് ടു ലേൺ ഫ്രം ദ കമ്മ്യൂണിറ്റി. ഡെഫിനറ്റ്ലി. അപ്പോൾ അവിടെ നമ്മളിപ്പം മെഡിസിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാം, അവിടെ നമുക്ക് മോഡേൺ മെഡിസിനിലെ എത്തിക്കൽ ആസ്പെക്റ്റ് അതൊരു വലിയ വിഷയമാണല്ലോ. അത് എന്ത് റിസർച്ച് നടത്തുവാണെങ്കിലും എന്ത് സ്റ്റഡി നടത്തുവാണെങ്കിലും അതിൽ എല്ലാവരുടെയും പെർമിഷൻ എടുത്ത് നമ്മൾ അങ്ങനെ വളരെ മെത്തോഡിക്കലായിട്ടുള്ള ചിട്ടയോടുകൂടി റിജിഡായിട്ടുള്ള പല സിസ്റ്റംസും അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അപ്പം അത് ശരിക്കും ഇതായിട്ടൊരു നാട്ടുവഴികളുമായിട്ട് അതിനൊരു അതും ആലോചിച്ചിട്ടുണ്ട്. കാരണം ഓരോ ഇപ്പോൾ കേരളത്തിൽ 36 കമ്മ്യൂണിറ്റീസാണ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസാണ്. അപ്പോൾ ഓരോ കമ്മ്യൂണിറ്റീസിനും അവരുടേതായിട്ടുള്ള ഹീലിംഗ് പ്രാക്ടീസസ് ഉണ്ട്. അത് ഒരുമിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഇറ്റ് വിൽ ബി ഉണ്ടാവും. ഇറ്റ് വിൽ ബി എ ഹ്യൂജ് ടാസ്ക്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഓരോ കമ്മ്യൂണിറ്റീസിൻ്റെയും ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പണിയ കമ്മ്യൂണിറ്റീസ് ആയാലും കാണിക്കാർ കമ്മ്യൂണിറ്റി അവരുടെ മെഡിസിൻ പ്രാക്ടീസസ് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ അടുത്ത് ആൾക്കാർ പിന്നെ WHO-വും പറയും, നമ്മൾ അതിലാണ് പറയുന്നത്, അവരുടെ ഇൻഡിജിനസ് നോളേജ് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല അവരുടെ ഏരിയയിൽ. പക്ഷെ അങ്ങനെ നടന്ന് പ്രാക്ടീസ് ചെയ്യാതെ മാർക്കറ്റിംഗ് എന്നില്ല, അവരുടെ ഏരിയയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു എഫിക്കസി ഈസ് ഓൾറെഡി പ്രൂവ്ഡ് ബിക്കോസ് ദി ആർ ഗിവിങ് മെഡിസിൻസ് അതിൻ്റെ ബേസിസിലാണ്. പിന്നെ പേറ്റൻറ്റും ഇപ്പോൾ എടുത്ത 1-2 പേരുണ്ട്, അതൊക്കെ ഉണ്ടെന്നില്ല. പക്ഷേ അതിന് കുറേ ഹ്യൂജ് സം ഉണ്ട്. ഈ പേറ്റൻ്റ് എടുക്കാനും അതിനൊക്കെ കുറേ സാമ്പത്തിക ഇതുണ്ട്. അതിനുള്ള ഇത് നമുക്ക് പിന്നെയും കൺസ്ട്രെയിൻസ് ഉണ്ട്. മേ ബി ഇൻ ഫ്യൂച്ചർ എനിക്ക് തോന്നുന്നു ഇവർ തന്നെ ഇതേക്കാൻ. കാരണം ഇപ്പോൾ അവർക്കുള്ള ആ കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാസ്. ഈവൻ ഗവൺമെൻറ് അവർക്ക് ആനുവൽ ഇത് കൊടുക്കുന്നുണ്ട്, ആനുവൽ ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രിസർവ് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ടും ചെയ്യുന്നുണ്ട്. വരും തലമുറയ്ക്ക് അത് സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ ടു സം എക്സ്റ്റെൻറ്റ്. പിന്നെ ഇവിടെ തന്നെ നമ്മൾ നാഷണൽ ഹീലേഴ്സ് വർക്ക്ഷോപ്പ് ഉയർ പറഞ്ഞിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ഇന്ത്യ അത് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ നാഷണൽ ട്രൈബൽ മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വരണം പറഞ്ഞിട്ടൊക്കെ പ്രപ്പോസൽസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും ഒബ്സ്റ്റക്കിൾസ് പല ഇതിലും ഉണ്ട്. അതാണ്. അതെ, തടസ്സങ്ങൾ പലതും ഉണ്ടാവും. എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈയിടെ കഴിഞ്ഞ ഒരു 5-10 വർഷത്തിനിടയിൽ പത്മശ്രീ പട്ടിക നോക്കിയാൽ തന്നെ ഇങ്ങനെയുള്ള നാട്ട് അറിവ് പ്രചാരം ചെയ്യുന്ന പലരുടെയും അവരുടെ കഴിവ്, അവരുടെ കുലം, അവരുടെ തൊഴിൽ, ഇതെല്ലാം എനിക്ക് തോന്നുന്നു അവിടെ സ്വീകാര്യത നേടിയെടുത്തിട്ടുണ്ട്, വളരെയധികം സ്വീകാര്യത നേടിയെടുത്തിട്ടുണ്ട് തോന്നുന്നു. അപ്പം അതൊക്കെ ഇതിനൊരു പടികളായിട്ട് വരുമെന്ന് വിചാരിക്കും. ഒരു ട്രൈബൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ സ്ഥാപിതമാവുന്നത് ശരിക്കും വളരെ കാലത്തിൻ്റെ ഒരു അത്യാവശ്യവും കൂടെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനൊക്കെ പുറമെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ റിസർച്ച്, ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, പ്രധാനപ്പെട്ട മറ്റു തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ചാലഞ്ചസ് ഉണ്ടാവുമല്ലോ ധാരാളം. ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഫണ്ട് മുതൽ അങ്ങോട്ട്. അതെ, കിട്ടാൻ സംബന്ധിച്ചോളം 3 വിങ് ആണുള്ളത്. ഒന്ന് ആന്ത്രപ്പോളജി വിങ്, ഒന്ന് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് വിങ്, ഒന്ന് ട്രെയിനിങ് വിങ്. അപ്പോൾ ഈ ആന്ത്രപ്പോളജി വിങ്ങിലാണ് ഈ കാസ്റ്റ് മേജറായിട്ട് റിസർച്ച് സ്റ്റഡീസ് നടത്തേണ്ട ഒരു വിങ്ങാണ്. പക്ഷേ ഓവർ ദ ഇയേഴ്സ് അത് ഒരു കാസ്റ്റ് വെരിഫിക്കേഷൻ്റെ ഒരു എക്സ്പേർട്ട് ഏജൻസിയാണ് സ്റ്റേറ്റിൻ്റെ. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പത്രങ്ങളിൽ നമ്മൾ വായിക്കാറുണ്ടല്ലോ, വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെയുള്ള. അത് ഹ്യൂജ് ടാസ്ക് ഉണ്ട്. കാരണം അത്രയും ഫയൽസ് എല്ലാ താലൂക്സിൽ നിന്നും ഇവിടേക്ക് വരുമ്പോൾ നമുക്കത് ടൈം ബൗണ്ടായിട്ട് കൊടുക്കേണ്ട പ്രഷർ ഉണ്ട്. പിന്നെ സ്ക്രീനിങ് കമ്മിറ്റി ലൈക്ക് ഈ മെഡിക്കൽ എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനൊക്കെ സ്ക്രീൻ ചെയ്ത് റിപ്പോർട്ട്സ് നമ്മൾ 10,000 റിപ്പോർട്ട്സും ഒക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് നമ്മുടെ റിസർച്ച് ടൈം
നെ കുറേ ബാധിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം അത് ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. കാരണം കേരളത്തിലും ഒഡീഷയും മാത്രമാണ് ഇങ്ങനെ ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഉള്ളത്. പക്ഷെ അതുകൊണ്ട് ഏറ്റവും ജെന്യുവിനായിട്ടുള്ള SC/STക്ക് അവരുടെ ഇത് സേഫ് ഗാർഡ് ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ എക്സോസ്റ്റിംഗ് ദ ടൈം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. കുറേയും കൂടിയും ജെന്യുവിൻ റിസർച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. ഇവിടെ ഭാഷ, ഈ ചലഞ്ചസിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഭാഷ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? അതെങ്ങനെയാണ്, ആ കടമ്പ എങ്ങനെയാണ് കടക്കാറുള്ളത്? കാരണം ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റീസ് അധികവും ബൈലിംഗ്വൽ ഓൾസോ ട്രൈലിംഗ്വൽ ആയിട്ടുണ്ട്. അപ്പോൾ മലയാളം അറിയാം നമുക്കിപ്പോൾ ഇവിടെ മലയാളം ഇല്ലാതെ സ്കൂൾസിലും ഒന്നും സാധിച്ചില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ പണിയാ കമ്മ്യൂണിറ്റിക്കാണ് അത്. നേരത്തെ ശ്രീ രമേശൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി കോംപ്ലക്സ് ആണ് അവരുടെ ലാംഗ്വേജ് നോക്കുമ്പോൾ. അപ്പോൾ അതിനുള്ള നമ്മൾ ലിംഗ്വിസ്റ്റ് ഉണ്ട്, നമ്മളൊരു ലിപി ഇല്ല, സ്ക്രിപ്റ്റ് ഇല്ല ഈ കമ്മ്യൂണിറ്റിക്ക്. അപ്പോൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനുള്ള ഒരു പണിയ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ ആ പണിയ ലാംഗ്വേജിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആദ്യമായിട്ട്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്തായാലും. കാരണം ഇപ്പോൾ നോക്കൂ, ഈ നിർദ്ദേ നമുക്ക് അത് ഒരു പുതിയ വാക്കാണ്, പക്ഷെ അതിൽ കുറേ ഉൾക്കൊള്ളാണ്ട്. അത് നീലഗിരി, ഇപ്പം ബ്ലൂ മൗണ്ടൻസിനെ പറയാണ്, നീലഗിരീസിനെ പറയാണ്. അത് മാത്രമല്ല, കർണാടക, തമിഴ്നാട്, കേരളത്തിലത്തെ ട്രൈബ്സ് ഭയങ്കര സീക്രട്ടായിട്ട് കണക്കാക്കുന്ന ഒരു ഇതും കൂടിയാണ്, കോൺസെപ്റ്റാണ് നിർത്തി. അപ്പോൾ ഇങ്ങനത്തെ ടേംസും ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ കിട്ടാത്ത മാത്രമല്ല, ഇവൻ ദ ജനറൽ സൊസൈറ്റിയും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവരുടെ കൾച്ചർ സ്കൂൾസിൽ കൂടുതൽ. കാരണം നമുക്കറിയാം ഇന്ത്യൻ കൾച്ചർ തന്നെ വളരെ ലിമിറ്റഡ് ആണ് നമ്മുടെ സ്കൂൾസിൽ. ഇപ്പോൾ ട്രൈബൽ കൾച്ചർ ഒട്ടുമില്ല. അപ്പോൾ ഇനി വരും കാലങ്ങളിൽ പക്ഷേ ട്രാൻസിഷൻ വരുന്നുണ്ട്. ഇനി വരും കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിറ്റി തന്നെ, ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റീസ് തന്നെ അവർ പുതിയ കാര്യങ്ങൾ ദേ ക്യാൻ ബ്രിങ് ഇറ്റ്. ഇപ്പം ഞങ്ങളുടെ പ്രോജക്ട്സിൽ തന്നെ PG കഴിഞ്ഞ് ട്രൈബൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഇത് തോട്ടും ഇതുമ്പൊക്കെ വ്യത്യാസമാണ്. നമ്മൾ അത്ഭുതപ്പെടും അവരുടെ ചില സ്റ്റേറ്റ്മെൻറ്റ്സും ഇതൊക്കെ. അപ്പോൾ ടോട്ടലി ഒരു ചേഞ്ച് വരാനുള്ള ഒരു കാര്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. പണിയ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് വല്ലി എന്ന ഷീല ടോമി എഴുതിയിട്ടുള്ള നോവൽ ഓർമ്മ വന്നത്. അതിൽ ഒരു പണിയ ട്രൈബിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ ഈ നോവലിലുണ്ട്. അവരുടെ ഭാഷ, അവർ പരിചയമുള്ള ഒരു പണിയ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളെ വെച്ചിട്ടാണ് ആ ഡയലോഗ്സും കോൺവെർസേഷനും എല്ലാം എഴുതിയത് എന്ന് അറിയാനിടയായിട്ടുണ്ട്. അപ്പം കിർട്ടാഡ്സിലുള്ള ഈ ഒരു സംരംഭങ്ങൾ അവരെ പോലെയുള്ളവരെ കൂടുതൽ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ എനിക്ക് തോന്നുന്നത് ഡോക്ടർ ബിന്ദു ആയിരിക്കും ഇപ്പോൾ ഈ കൂട്ടത്തിലുള്ള ഈ സ്ഥാപനമായിട്ട് ഏറ്റവും അധികം സേവനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. 1996 ഇവിടെ 94 ഇവിടെ റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് എത്തി. പിന്നീട് റിസർച്ച് ചെയ്തു. അതിനുശേഷം ഡെപ്യൂട്ടി ഡയറക്ടറായി, ഇപ്പോൾ ഫുൾ ടൈം ഡയറക്ടറായിട്ട് 2021 മുതൽ ഡയറക്ടറായിട്ട്. അപ്പം ഈ ഒരു എനിക്ക് തോന്നുന്നു 1979 ഈ സ്ഥാപനം 71 കിർട്ടാഡ് സൈറ്റ് 79 സ്ഥാപിതമായത്? അതെ, കിർട്ടാഡ് സൈറ്റ് 70. അപ്പം ഏകദേശം 50 വർഷം ആവുന്നു. അതിൽ എനിക്ക് തോന്നുന്നു 30-ലേറെ വർഷം താങ്കൾ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ കാലയളവിൽ ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ, കിർട്ടാഡ്സ് കാരണം പുറത്ത് കൊണ്ടുവരാൻ പറ്റിയ മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ച് നമുക്കറിയാൻ ഏറെ ആഗ്രഹമുണ്ട്. എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ കണ്ടത് 30 വർഷം മുന്നോട്ട് നോക്കുമ്പോഴും അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? വളരെയേറെ ഒരു പ്രസക്തമായ ചോദ്യമാണത്. കാരണം കുറേ എക്സ്പീരിയൻസസ് ഉണ്ട്. പലപ്പോഴും ഞാൻ വിചാരിക്കാറുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരിക്കലും ഒരു ഡയറക്ടർ ആവുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ആസ് ഇറ്റ് ഹാപ്പൻഡ് ആ ഒരു ഫ്ലോയിലും. പക്ഷേ ഒരു സിൻസിയറിറ്റിയും ഹാർഡ് വർക്കും എപ്പോഴും വേണം എന്നുള്ളൊരു തോട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കൺട്രോളിങ് ഓഫീസർ പറയണ ജോലി കൃത്യമായിട്ടും സമയബന്ധിതമായിട്ടും സിൻസിയറായിട്ടും ചെയ്യാം. ആസ് വെൽ ആസ് നമ്മൾ എപ്പോഴും ഫാമിലിയിലും പറയുന്ന നമ്മളെപ്പോഴും താഴോട്ട് നോക്കണം, അവരുടെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു റിയറിങ് പ്രാക്ടീസസ് അതായതുകൊണ്ടും
ഈ ഒരു ഇത് ഞാൻ വലിയൊരു ഓപ്പർച്യൂണിറ്റി ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഒരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് പലപ്പോഴും കാണുക. വേറെ ഏത് സ്ട്രീം എടുത്താലും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല ഈ ഇങ്ങനൊരു വലിയ ലോകം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് കാര്യം. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ്. കാരണം ഞാൻ മണ്ണാർക്കാടായതുകൊണ്ട് അട്ടപ്പാടി എൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. പക്ഷെ അതുവരെയും ഞാൻ ചിന്തിച്ചിട്ടില്ല, അങ്ങനെ 24 വയസ്സ് വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒരു പണ്ട് കാരണം ഇപ്പോഴത്തെ പോലെ മൊബൈലും ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ എവറിത്തിങ് ഇസ് ഇൻസ്റ്റൻറ്റ്, എല്ലാം നമുക്ക് ഒരു മിനിറ്റ് അടക്കം അറിയാം. ത്രൂ ഔട്ട് ദ വേൾഡ് എന്താ നടക്കണമെന്ന് അറിയാം. ആ കാലത്തൊന്നുമില്ല, നമുക്ക് അങ്ങനെ ചിന്തയിൽ പോയില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം അട്ടപ്പാടി പോകുമ്പോഴും ഇങ്ങനെ ട്രൈബ്സിനെ കാണുമ്പോഴൊക്കെ ഒരു അത്ഭുതം ആയിട്ടാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം ഫീൽഡിൽ ഉള്ള ഒരു എക്സ്പോഷർ, ഫീൽഡ് ഒരു എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ അവർ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ആർക്കിടെക്ചർ അതൊക്കെ പോണു. കാരണം നമുക്ക് ഈ മ്യൂസിയത്തിൽ അറിയാം അവരുടെ മോഡലാണ്, ഹൗസിങ്ങിൻ്റെ ഒക്കെ മോഡൽസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതില്ല, വൺ ഇയർ കഴിഞ്ഞാലും അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും അവരുടെ ഇത്. പക്ഷേ ഇപ്പോൾ കോൺക്രീറ്റ് ഹൗസസ് ഒക്കെ ആയതുകൊണ്ട്, കോൺക്രീറ്റ് ഹൗസസ് മോശമല്ല എന്നല്ല ഉള്ള രീതിയല്ല, അവർക്ക് അത് മെയിൻ്റനൻസിന് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റി യുണീക്നെസ് പറഞ്ഞാൽ അവർക്ക് സിമ്പിൾ സൊസൈറ്റിയാണ്, പക്ഷെ അവർക്ക് തന്നെ സിമ്പിൾ റിസോഴ്സസ് വെച്ച് അവരുടെ കാര്യം ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ പിന്നെയും അതിക്ക് അവർ കൂടുതൽ സെൽഫ് റിയലയൻസി പോണ രീതിയിലാണ് എൻ്റെ ഒരു കഴിഞ്ഞ ഒരു 30 ഇയേഴ്സിൻ്റെ ഫീൽഡ് ലെവൽ എക്സ്പീരിയൻസ്. കാരണം നമ്മൾ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് 1971 തുടങ്ങിയിട്ട് കിർട്ടാസ് വരാൻ കാരണം ഷെഡ്യൂൾ കാസ്റ്റും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുകൊണ്ടാണ്. പക്ഷേ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ ഇതിൽ ഞങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്തിട്ടില്ല. അതിൽ വെറും ഈ ജാതി അന്വേഷണം ആയിട്ടുള്ള ഇത് മാത്രമാണ്. ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ ഇതിലും കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവർ ട്രഡീഷണൽ നോളജ് സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട്. അവരുടെ കുറേ കാര്യങ്ങൾ ഇനിയും എനിക്കൊന്നും ഇന്ത്യയിൽ തന്നെ ആ രീതിയിൽ ഒരു റിസർച്ചൊന്നും ജെന്വിനായിട്ട് നടക്കണില്ല. കുറേ അങ്ങനത്തെ ജെന്വിൻ റിസർച്ച് ഇൻക്ലൂഡിങ് ദ മെഡിസിൻ ഉണ്ട്, കമ്മ്യൂണിറ്റിയുടെ മെഡിസിൻ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള രീതിയിൽ വന്ന കുറേ മാറ്റങ്ങൾ തന്നെ വരാനുള്ള സാധ്യതകൾ ഉണ്ടാവും. ബിക്കോസ് ലോട്ട് ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ് ഇപ്പോഴും നമ്മുടെ SC/ST കമ്മ്യൂണിറ്റീസാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ബിക്കോസ് മെയിൻ സ്ട്രീം എനിക്ക് തോന്നുന്നു ആകെ മാറി ടോട്ടലി ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റായി ആയിക്കഴിഞ്ഞു. പക്ഷേ എന്തൊക്കെ കുറച്ചുണ്ടെങ്കിലും അത് യു ക്യാൻ സീ ഇൻ ദ റൂറൽ ഏരിയ ഓർ ട്രൈബൽ ഏരിയ. അപ്പോൾ അത് ഡോക്യുമെൻ്റ് ചെയ്യാനും ഇൻക്ലൂഡിങ് പഞ്ചായത്ത് ലെവൽ, ഇപ്പോൾ പഞ്ചായത്ത് ലെവൽ മ്യൂസിയംസ് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് പ്രിസർവ് ചെയ്യാനും എന്തൊക്കെയാണ് ലൊക്കാലിറ്റിയിലുള്ളത് പ്രിസർവ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും ആ ഒരു ഇത് നല്ല ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട് ഓവർ ദ ഇയേഴ്സ്. ഇപ്പോൾ ചേഞ്ച് എന്നുള്ള രീതിയിൽ മാത്രമല്ല മാനു ഇപ്പോൾ പറഞ്ഞതിൽ ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നു ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബലും നമ്മൾ പലപ്പോഴും അതിന് ഒരു ബ്രാക്കറ്റ് ചെയ്ത് SC/ST ഒന്നിച്ചാണ് പറയാറുള്ളത്. പക്ഷേ രണ്ടിൻ്റെയും വിഷയങ്ങൾ വളരെ വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ST കാറ്റഗറിയിലേക്ക് വീണ്ടും വരികയാണ്. ഇപ്പം കാടാണ് അവരുടെ അസ്തിത്വത്തിൻ്റെ അടിത്തറ അല്ലേ. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നത് റോമില താപ്പർ എഴുതിയിട്ടുള്ളൊരു കൃതിയാണ്. അവർ പറയുന്നത് കാടുകൾ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ. കാടുകൾ നമ്മൾ പ്രൊപ്പോർഷൻ നോക്കുവാണെങ്കിൽ ഈ കഴിഞ്ഞ 50 വർഷത്തിൽ ദി ലാൻഡ് ഏരിയ ദാറ്റ് ഇസ് കൺസിഡേർഡ് ആസ് ഫോറസ്റ്റ് അത് ശുഷ്കിച്ച് വളരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ഒരു മാറ്റം എങ്ങനെയാണ് ഈ ട്രൈബ്സിനെ വളരെയധികം അവരുടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ ട്രഡീഷണൽ നോളജ് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലും ആ മേഖല പോലും മാറിയിരിക്കുകയാണ്. അത് ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് അതൊരു വലിയൊരു ചോദ്യചിഹ്നമല്ലേ നമ്മളുടെ മുന്നിൽ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴും ഇന്ന് രാവിലെ ഞാൻ ലക്ഷ്മിക്കുട്ടി വൈദ്യയോട് സംസാരിച്ചപ്പോൾ ആ ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം മരുന്ന് കുറേ പേഷ്യൻസ് മരുന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട്, പക്ഷെ അത്രത്തോളം അവർക്ക് പലപ്പോഴും കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഡിമാൻഡ് അനുസരിച്ചുള്ളത് ഈ പറഞ്ഞ ഇതുകൊണ്ടാണ്. അപ്പോൾ അതിനുള്ള പുതിയ പോളിസീസാണ് നമ്മൾ കൊണ്ടുവരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻക്ലൂഡിങ് കൾട്ടിവേഷൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് ചില സ്ഥലത്തൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു മിഷൻ പോലെ എടുത്ത് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനും കമ്മ്യൂണിറ്റീസിന് ഇത് കുറച്ചും കൂടി. കാരണം ഇപ്പോൾ നമുക്കറിയാം ടോട്ടലി കഴിഞ്ഞ 25 ഇയേഴ്സായിട്ട് എല്ലാവരും MRS സ്കൂൾസിലും ഹോസ്റ്റൽസിലും ഒക്കെ നിൽക്കണതാണ്. അപ്പോൾ അവരൊരു ട്രഡീഷൻ ഒക്കെ പതുക്കെ അവരിൽ നിന്ന് അലിനേറ്റ് ചെയ്ത് പോണ ഒരു ഇതാണ്. വല്ലപ്പോഴും അവർക്കും ഇഷ്ടമല്ല. കാരണം ഇവിടെ വന്ന് വീട്ടിൽ വരുമ്പോൾ പലപ്പോഴും വേറൊരു എൻവിറോൺമെൻറ്റാണ്.
അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇതില്ല. അപ്പോൾ അത് എനിക്കൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും കൂടിയും കുറച്ചും കൂടിയും പ്രാക്ടിക്കൽ നോളജും കൂടിയും അത് എത്രത്തോളം നമുക്ക് പ്രാക്ടിക്കലി സാധിക്കും എന്നറിയില്ല, കൂടിയും ഇൻകോപ്പറേറ്റ് ചെയ്ത കുറേ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധിക്കും. വനസംരക്ഷണവും, കാരണം ഇനി വരും ഫ്യൂച്ചർ ജനറേഷൻസിന് കഴിയുള്ളൂ ഈ കാര്യങ്ങളൊക്കെ. വനസംരക്ഷണം നമുക്ക് ഇതിനു വേണ്ടി മാത്രമല്ല, ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി തന്നെ അത് ഏറ്റവും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ അവിടെ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ളതും അങ്ങനെ ടെസ്റ്റ് ട്യൂബിൽ ക്രിയേറ്റ് ചെയ്തപ്പെട്ട ഈ ട്രൈബൽ മെഡിസിൻസിനൊക്കെ എത്രത്തോളം ഗുണമുണ്ടാകും നമ്മൾ അത് എനിക്ക് തോന്നുന്നു പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അതെ അതെ, കൂടുതൽ ഗവേഷണത്തിനും ഒക്കെ സാധ്യതകൾ ഉള്ളൊരു മേഖലയും കൂടിയാണ് വരും കാലങ്ങൾ. എനിക്കുണ്ട് റിസർച്ചേഴ്സും കൂടുതൽ കൂടുതൽ ഗവേഷണം ചെയ്യാനുള്ള മേഖലകൾ ഉണ്ട്. നമുക്ക് വെറുതെ ഇരിക്കാതെ, ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ പലപ്പോഴും മൊബൈലിൽ ഒരു ഇതാണല്ലോ, മാനിയ ആയിട്ടാണ് മാറുന്നത്. പക്ഷേ ഈ കൂടുതൽ ഗവേഷണത്തേക്കും കൂടി വന്നാൽ നമുക്കറിയാം എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണ്. അതൊരു ലഹരിയായി മാറ്റിയ നമുക്ക് കുറേ ചേഞ്ചസ് സൊസൈറ്റിക്കും വരും ജനറേഷൻസിനും ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഉറച്ചായ വിശ്വാസം ഉണ്ട്. വാസ്തവമാണ്, ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പം പുറം ലോകങ്ങളിലൊക്കെ ഭാരതത്തിൽ മാത്രമല്ലല്ലോ ട്രൈബൽ കൾച്ചേഴ്സ് ഉള്ള, ഇൻഡിജിനസ് പോപ്പുലേഷൻ ലോകത്തെ എല്ലാ ദിക്കിലും ഉണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കമ്പ്യൂട്ടർ ടെക്നോളജിയും ഈ നാട്ടറിവുകളും കൂടെ ഒന്നിച്ച് അവർ സംയോജിപ്പിച്ച് പലതും ചെയ്യാറുണ്ട്. ഇപ്പം പല മേഖലകളിലും അവിടെയുള്ള കാലാവസ്ഥ വ്യതിയാനത്തിന് നിലനിർത്താൻ നാട്ടറിവിനോളം ആ വിഷയത്തെക്കുറിച്ച് മറ്റു ഒരു അറിവിനും അത്രത്തോളം റീച്ച് ഉണ്ടാവില്ല. അപ്പോൾ പല സമയത്തും ഞാൻ വായിച്ചിട്ടുണ്ട് ഈ കമ്പ്യൂട്ടർ ഗെയിംസ്, കുട്ടികൾ കളിക്കുന്ന ഈ ഗെയിംസ് പോലും നാട്ടുകഥകൾ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭൂമിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഒക്കെയുള്ള അറിവുകൾ അതിലൂടെ പകർത്താനുള്ള ശ്രമങ്ങൾ പലതും നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ശരിക്കും എത്രയോ അധികം നമ്മൾക്ക് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മളുടെ ഓഡിയൻസിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെയധികം അറിവും താല്പര്യമുള്ള പല വ്യക്തികളുമുണ്ട്. ഡോക്ടർ ശിവരാജിനെ പോലെയുള്ള വ്യക്തികൾ ഇവിടെയുണ്ട്. സാറിൻ്റെയൊക്കെ ഒരു ഈ സംഭാഷണത്തിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഞങ്ങൾ ക്ഷണിക്കുന്നു. Hello. At the outset, I would like to congratulate both the panelists, Dr. Bindu, Director of KITARTS, and Dr. Bindu Ahmad. രണ്ടുപേരും വളരെ കാലമായിട്ട് എനിക്ക് സുപരിചിതരായിട്ടുള്ള ആൾക്കാരാണ്. 30 വർഷമായിട്ട് ഡോക്ടർ ബിന്ദു മാഡം ഈ കിട്ടാട്സിലുണ്ട്. കിട്ടാട്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ മെഡിസിൻ എൻജിനീയറിംഗ് അഡ്മിഷന് മറ്റ് സംസ്ഥാനങ്ങളിൽ വല്ലാത്ത കടന്നുകയറ്റവും നുഴഞ്ഞുകയറ്റവും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ മെഡിസിൻ എൻജിനീയറിംഗ് അഡ്മിഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പട്ടികവർഗക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ കിട്ടാട്സ് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇൻഡിജിനസ് മെഡിസിൻ്റെ വളർച്ച. ഡോക്ടർ വിശ്വനാഥൻ നായർ ഇതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന കാലം തൊട്ട് അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതും കിട്ടാട്സിൻ്റെ ഒരു വലിയ കോൺട്രിബ്യൂഷനാണ്. പിന്നെ എനിക്ക് മാഡത്തിനോട് ഒരു റിക്വസ്റ്റ് വെക്കാനുള്ളത്, ഇത് നല്ലൊരു സംരംഭമാണ് ഈ നാഷണൽ ട്രൈബൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഇത് വരുന്ന വർഷങ്ങളിലും തുടർന്നും ഇത് നടത്താനുള്ള ശ്രമം മാഡത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി സർ, വളരെ നല്ലൊരു നിർദ്ദേശമാണ്. ശരിക്കും നമ്മൾ ഒരിക്കലും കേട്ടിട്ട് പോലും ഇല്ലാത്ത ഗോത്ര സാഹിത്യ രൂപങ്ങൾ നമ്മളെ അച്ചടി മാധ്യമത്തിലൂടെ മാത്രമേ നമ്മൾ പലതിനോടും നമുക്ക് പരിചയമുള്ളൂ. പക്ഷേ മറ്റനേകം കലാരൂപങ്ങളിലൂടെ ഈ ആ ഒരു വലിയൊരു സാഹിത്യ മണ്ഡലത്തെ ഇങ്ങനെ പരിപോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അഭിനന്ദനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്.
കാടിനെ ഏറെ സ്നേഹിക്കുന്ന ചില വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കും പ്രതികരിക്കാം. എനിക്കല്ല, എൻ്റെ ടീമിനാണ്. ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഓഫീസേഴ്സ് അത്രയും ഡെഡിക്കേറ്റഡും ഇതുമായോണ്ടാണ് എന്തും എല്ലാ സക്സസ്സും ഞാൻ അവർക്ക് കൊടുക്കണം. കലാരൂപങ്ങളോടെ കൊണ്ടുവരിക, കലാകാരന്മാരെ കൊണ്ടുവരിക, ഇറ്റ്സ് എ വെരി റിസ്ക് ടാലന്റ്. അതൊക്കെ നമ്മൾ കാലാകാലങ്ങളായി ചെയ്യോണ്ട് ആണ് അത് ചെയ്യാൻ പറ്റണത്. ഇത് ആദ്യമായിട്ടാണ്. നമുക്ക് എന്തായാലും ഇത് തുടർന്ന് പോവാനുള്ള ഒരു സാഹചര്യം. അതെ, അത് തീർച്ചയായും എനിക്ക് തോന്നുന്നു എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യും എന്നാണ് വിശ്വാസം. കാരണം ഇത് ആവശ്യമാണ്, കാലത്തിൻ്റെ ആവശ്യമാണ്. അതെ, കാലത്തിൻ്റെ ആവശ്യമാണത്. അപ്പം നമ്മൾ തിരിച്ച് കാട്ടിലേക്ക് പോകേണ്ടത് തന്നെയാണ്. നമ്മളത് അവരുടെ ഇത് തിരഞ്ഞെടുക്കേണ്ടത് തന്നെയാണത്. കാട് പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയത് ഒരു പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു സാധനമാണ് അല്ലേ, നാടിനെ കാട്ടിലും. പോയാലേ അത് മനസ്സിലാവുള്ളൂ. അതെ അതെ അതെ, നമുക്ക് പോസിറ്റിവിറ്റി കിട്ടാൻ എവിടെയും പോണ്ട. കുറച്ചൊരു ദിവസം അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി പ്യുവർ ആവും, നല്ല ഫ്രഷ് ആകും. ഉള്ളില് എയർ ബ്രീതിങ് ആണല്ലോ പ്യുവർ ആവണ്ട്. അപ്പോൾ ആ ഒരു ഫ്രഷ് ബ്രെത്ത് കിട്ടിയാൽ നമ്മുടെ ടോട്ടൽ തോട്ട്സും ഒക്കെ നല്ല ചിന്തകളും ക്രിയേറ്റിവിറ്റിയും ഒക്കെ കൂടാനുള്ള സാഹചര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവരുടെ കൾച്ചർ അവരുടെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളത്. സത്യമായിട്ടും. ഓക്കെ, താങ്ക് യു. ആ ഒരു ഡീടോക്സിഫിക്കേഷൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വളരെയധികം മനുഷ്യനും ഭൂമിക്കും അത് അത്യാവശ്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ അതിന് ഡബിളാണ് പോസിറ്റിവിറ്റി. കാരണം അവിടുന്ന് വന്നവരായതുകൊണ്ടും ഒരു പ്യുവർ കോൺഷ്യസ്നെസ്സും പ്യുവർ ഇതാവുമ്പോൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വൈബ്രേഷൻ കൂടിയും വളരെ കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുള്ളൂ. കുറേ പേര് അറിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും അറിഞ്ഞിട്ട് വരട്ടെ, പോസിറ്റീവായിട്ട് പോട്ടെ ഇവിടുന്ന് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടും. ഹലോ മാഡം, ചെറിയൊരു ചോദ്യം. നമ്മുടെ ജീവിത സാഹചര്യവും സാമൂഹ്യ അവസ്ഥയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യാവസ്ഥയും ജീവിതാവസ്ഥയും ഈ പരമ്പരാഗതമായ കാടിൻ്റെ കലാരൂപങ്ങളും സാഹിത്യരൂപങ്ങളും എങ്ങനെ കൂട്ടിയിണക്കി മുന്നോട്ട് കൊണ്ടുപോകാനാവും? നമുക്കറിയാം, എൻ്റെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ചവിട്ട് കളിപ്പാട്ടും മറ്റതൊക്കെ കാർഷിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടായിരുന്നു. കാർഷിക വ്യവസ്ഥ പോകുന്നതോട് കൂടിയിട്ട് ഇത് വളരെ മെക്കാനിക്കലായിട്ടുള്ള യാന്ത്രികമായിട്ടുള്ള ഒരു പ്രകടന രൂപം മാത്രമായി മാറുകയാണ്. ഇതെങ്ങനെ കൂട്ടിയിണക്കിക്കൊണ്ട് അതിൻ്റെ ഓർഗാനിക്കായിട്ടുള്ള ജൈവപരമായിട്ടുള്ള അതിൻ്റെ സത്ത നിലനിർത്താൻ പറ്റും എന്നാണ് എൻ്റെ ചോദ്യം. അതെ, വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. പലപ്പോഴും ആ ഒരു മ്യൂസിയം കൾച്ചർ വരുന്നതോട് കൂടിയിട്ട് ഒരു തരം ആർട്ടിഫിഷ്യാലിറ്റി അതിൽ വരുന്നോ എന്ന് നമുക്കൊരു ആശങ്ക എപ്പോഴും ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കുക? കൂടുതൽ നമുക്ക് ഇങ്ങനത്തെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, അതുപോലെ അവയർനെസ് ക്യാമ്പയിൻസ് എല്ലാ സ്ഥലത്തും കണ്ടക്ട് ചെയ്യുക. പുതിയ ആശയങ്ങൾ ഇത് പറഞ്ഞ പോലെ ഇപ്പോഴും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, പണ്ടൊക്കെ നമുക്ക് ഫോണും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ കത്തും ഒക്കെ അവിടെ ചെന്നിട്ടാണ് കൊടുത്ത് അവരെ കൊണ്ടുവന്ന് കൂട്ടി. ഇപ്പോൾ ഭയങ്കര ഒരു മിനിറ്റിൽ എല്ലാം മാറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ആശയങ്ങളും നമുക്കത് ഷെയർ ചെയ്യാം. ഏതൊക്കെ ജൈവമായിട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെ വേണ്ട നിലനിർത്താൻ. കാരണം നമുക്കറിയാം സൊസൈറ്റി പെട്ടെന്ന് മാറും. ഇത് പറഞ്ഞ പോലെ ഇൻസ്റ്റൻ്റായിട്ടോ ഒക്കെ ആക്കാനുള്ള ഒരു മൈൻഡ് സെറ്റാണ് കാലാകാലങ്ങളായി വരുന്നത്. കാരണം നമ്മളോടുള്ള സമ്പർക്കവും ഇതും ഒക്കെ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ജൈവമായിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ എക്സിബിഷൻസ്, അവരുടെ എത്നിക് ഫുഡ്, അതിൻ്റെ മില്ലറ്റ്സ്, അതിൻ്റെ ഒരു ന്യൂട്രീഷൻ ഒക്കെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് മെയിൻ സ്ട്രീം സൊസൈറ്റിയാണ് അത് നടത്തേണ്ടതും ചിന്തിക്കേണ്ടതും പ്രൊമോട്ട് ചെയ്യേണ്ടതും. സോ ദാറ്റ് ആ ട്രൈബൽ ഏരിയയിലും കൂടിയും അത് അവർക്കും കൂടിയും അതൊരു പോസിറ്റീവായിട്ട് ഇതാണ് നല്ലത്, അല്ല നമ്മുടെ ഒരു ഇതല്ല നല്ലത് എന്ന്. പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഞാൻ മനസ്സിലാക്കിയത് അവർക്കും അറിയാം ഇതിനോ ഏതാണ് നല്ലത് എടുക്കേണ്ടത് എന്നുള്ള ചൂസ് ചെയ്യേണ്ടതെന്ന് മിക്കവർക്കും അറിയണ ഒരു ഇതാണ് ഞാൻ കണ്ടുവരുന്നത്. അപ്പോൾ ഇത് നിലനിർത്താൻ വേണ്ടി ഇങ്ങനത്തെ ഫെസ്റ്റിവൽസും ഒക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ആ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് നമ്മൾക്ക് വേണ്ടത്. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഈ ഒരു സെഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനാണിത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇത്രയും വലിയൊരു സാഹിത്യോത്സവം ഇവിടെ നടക്കുന്ന സമയത്ത് അതിൻ്റെ അമരത്തിരിക്കുന്ന വ്യക്തിയായിട്ട് ഈ ഇത്തരം ആശയവിനിമയങ്ങൾ നടത്താൻ പറ്റിയത് വളരെ വളരെ ചാരിതാർത്ഥ്യമുണ്ട് അതിൽ.
മാത്രമല്ല എനിക്ക് തോന്നുന്നു കാട്ടിൽ നിന്ന് നമ്മളെപ്പോഴും ഏറ്റവും നന്നായി പഠിക്കുന്ന അവർ നൽകുന്ന സന്ദേശം ഇതാണ്, ആ ഒരു കൂട്ട ജീവിതത്തിൻ്റെ. ഇപ്പോൾ കൂട്ട ഉത്തരവാദിത്വം കാരണമാണ് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ നടത്താൻ പറ്റിയത് എന്ന് മാഡം പറഞ്ഞു. പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു ഗോത്രത്തിനും ഒരു മൂപ്പനും ഒരു മൂപ്പത്തിയും ഉണ്ടാവും. ആ ഒരു മൂപ്പൻ സ്ഥാനത്തിരിക്കുന്ന ഡോക്ടർ ബിന്ദുവിന് അഭിനന്ദനങ്ങൾ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനിയും ഇത് അടുത്ത വർഷം ശിവരാജൻ സാർ പറഞ്ഞ പോലെ ഇതൊരു വാർഷിക ഉത്സവമായി ഇവിടെ നിലകൊള്ളട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സംഭാഷണം ഇവിടെ നിർത്തുന്നു. താങ്ക്സ് അലോട്ട്. നന്ദി മാഡം.